ഹദീസുണ്ടാവോ? ഞാൻ പറയുന്നത് കേൾക്കാൻ ചെയ്യും വായിച്ചല്ലോ അല്ലേ? നിങ്ങളത്തിൽ ഇങ്ങനെയാവുന്നാണ് വിചാരിക്കുന്നത്. അബുൽ അബ്ബാസ്. അപ്പോൾ അബുൽ അബ്ബാസ് എന്ന് പറഞ്ഞാൽ അബ്ബാസിന്റെ അബുൽ അബ്ബാസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. ഈ ബന്ധം വരുന്നത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ ഉപ്പയാണ് അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന്റെ ആൺമക്കളിൽ ഒരാളാണ് നബിയുടെ ഉപ്പയായ അബ്ദുള്ള. അതിൽ ഒരാളാണ് അബ്ബാസ്, അഥവാ നബിയുടെ ഉപ്പന്റെ ജ്യേഷ്ഠന ഒക്കെയായിട്ട് അനിയനൊക്കെയായിട്ട് വരുന്ന ഒരാളാണ് അബ്ബാസ്. അബ്ബാസിന്റെ മകന്റെ പേരാണ് അബ്ദുള്ള ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസിന്റെ മകൻ. അവിടെ ചില ഹദീസുകളൊന്നും വായിക്കുന്ന ശ്രദ്ധിക്കുന്നുണ്ടാവും. റളിയല്ലാഹു അൻഹു എന്നാണ് വായിക്കുക, ചിലയിടത്ത് റളിയല്ലാഹു അൻഹുമാ എന്നാണ്. രണ്ടാളും അഥവാ ഉപ്പ അബ്ബാസും മകൻ അബ്ദുള്ളയും രണ്ടാളും എന്ന നിലക്കാണ് ഇത് വന്നത്. അതാണ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്. അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ് അബുൽ അബ്ബാസ് എന്നത് അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ്. ഇബ്നു അബ്ബാസിന്റെ വിളിപ്പേരാണ്. അദ്ദേഹത്തിന് അറിയപ്പെടുക ഹിബ്റു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ പണ്ഡിതൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുക. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകമായ സ്പെഷ്യൽ പ്രാർത്ഥന ലഭിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹം ഒരിക്കൽ പ്രവാചക വീട്ടിൽ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കാനുള്ള വെള്ളം നേരത്തെ റെഡിയാക്കി കൊടുത്തത് കണ്ടപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഫഖിഹുഹു ഫിദ്ദീൻ, ദീനിൽ അദ്ദേഹത്തെ ഫഖീഹ് ആക്കണേ എന്ന് അദ്ദേഹത്തെ പ്രാർത്ഥിച്ചു. പ്രത്യേകമായ പ്രാർത്ഥനയാണ്. വേറെ സമയത്തുള്ള പ്രാർത്ഥന തന്നെയാണ് അദ്ദേഹത്തെ ഖുർആനിനെ അദ്ദേഹത്തിന് കൂടുതൽ അറിയിച്ചു കൊടുക്കണേ, ദീനിൽ അറിയുള്ള ഖുർആനിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കണേ എന്നുള്ളത്. അതുകൊണ്ടാണ് തഫ്സീറുകളിൽ ഏറ്റവും വലിയ മുഫസ്സിറായി ഇബ്നു അബ്ബാസിനെയാണ് അറിയപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്പെഷ്യൽ പ്രാർത്ഥനയുടെ നബിന്റെ ആരൊക്കെ വരും? നബിന്റെ ആരൊക്കെയാണ് ഇബ്നു അബ്ബാസ് വരും? അപ്പന്റെ അനിയന്റെ മോനെ അബ്ബാസ് നബിന്റെ കിടാപ്പം, അബ്ബാസിന്റെ മകൻ ഇബ്നു അബ്ബാസ് അലാപ്പാന്റെ മോനെ. അപ്പൊ അദ്ദേഹം പറയുന്നത് രണ്ടാളും മനസ്സിലായി, അബ്ബാസ് മകൻ അബ്ദുള്ള, അപ്പൊ ഇബ്നു അബ്ബാസ് എന്ന് പറയാം. ഇബ്നു എന്നൊക്കെ പറയുമ്പോൾ ഇന്ന ആളെ മോൻ എന്ന നിലക്കാണ് അദ്ദേഹം പറയുകയാണ്. അഥവാ രണ്ടാള്, ഉപ്പ മോനെ ഉപ്പയിൽ നിന്ന് കേട്ടു, ഉപ്പ ആരിൽ നിന്ന് കേട്ടു? നബിയിൽ നിന്ന് കേട്ടു. എന്നിട്ട് രണ്ടാളും നബിയിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ കുൻതു ഖൽഫൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമ, ഞാൻ ഒരു ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാക്കിലാണ്. ബാക്കിൽ എന്നതിനർത്ഥം ഒട്ടകപ്പുറത്ത് നിന്നുണ്ടാവാം, നടക്കാനുണ്ടാവാം. ഒരാൾ ഒട്ടകപ്പുറത്തും നബി ഒട്ടകപ്പുറത്തും ഇബ്നു അബ്ബാസ് നടന്നിട്ട് എന്നുള്ള അർത്ഥം ഉണ്ടാവാം. എന്തായാലും കൂടെ പിന്നിൽ ചില ഹദീസുകൾ റദീഫ് എന്നൊക്കെ കാണാവുന്ന പ്രയോഗം. ആ നേരത്തെ നബി പറയാ ഒലാം എന്ന അറബിയിൽ പറയാം പ്രായപൂർത്തിയാവാത്ത കുട്ടിക്കാണ് പറയാം. സ്വബീൻ പറഞ്ഞാൽ അറബിയിൽ സ്വബീൻ എന്ന പദപ്രയോഗമുണ്ട്. ഖുർആനിൽ കാണാം, സ്വബീൻ പറഞ്ഞാൽ 2 വയസ്സിന് താഴെയുള്ള കുട്ടിക്കാണ് പറയാം. അത് കഴിഞ്ഞ് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പുള്ള കുട്ടിക്കാണ് ഒലാം എന്ന് പറയാം. അപ്പൊ അദ്ദേഹത്തിന്റെ വയസ്സ് മനസ്സിലായി. കാരണം ഒന്നുകൂടെ പറയാം, നബിന്റെ ഉപ്പാനെ നബി കണ്ടിട്ടില്ല. നബിന്റെ ഉപ്പാന്റെ അനിയനാണ് അബ്ബാസ്. അബ്ബാസിന്റെ മക്കളിൽ പെട്ട ഒരാൾ കുറെ കാലം നബി
പ്രായപൂർത്തിയായിട്ടില്ല. സോറി, അബ്ബാസ് ഇബ്നു അബ്ബാസിന്. അങ്ങനെയാണെങ്കിൽ നബിന്റെ സിസ്റ്റർ പേരെന്ന് പറയും. നബിന്റെ സിസ്റ്റർ പേര് ഓക്കെ എന്ന് നിങ്ങൾ പറയണ്ട, ഉണ്ടാവില്ല, അങ്ങനൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ തിരഞ്ഞെടുക്കുള്ളൂ. നബിക്ക് അങ്ങനെയുള്ളതല്ല. അതാണ് പൂർണ്ണമായ യതീമായിരുന്നു. നമ്മൾ യതീമെന്ന ഉമ്മ മരിച്ചു, ഉപ്പ മരിച്ചു, അല്ലെങ്കിൽ രണ്ടാളും മരിച്ചാൽ ആരെങ്കിലും ഒന്ന് നോക്കും. ഒന്നുമില്ലാത്ത ആള്, ബ്രദറും ഇല്ല, സിസ്റ്ററും ഒന്നും ആയിട്ടില്ല. കേട്ടില്ല. ഓക്കെ, നമ്മൾ ഹദീസിലേക്ക് തിരിച്ചു വരാം. അവിടെ പറയാ ഒരാമെന്ന് ഞാൻ പറഞ്ഞു, പ്രായപൂർത്തിയാവാത്ത കുട്ടി. ഇനി നിനക്ക് ഞാൻ ചില പദങ്ങൾ പറഞ്ഞു തരാം, ചില സെന്റൻസുകൾ പറഞ്ഞു തരാം, ചില സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞു തരാം. അതാണ് കെലിമാത്ത്. ഒരു ആശയം പറഞ്ഞുതരാം, ഒരു സെന്റൻസ് പറഞ്ഞുതരാം, ഒരു വാക്ക് പറഞ്ഞുതരാം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കും. അവിടെ അദ്ദേഹത്തോട് പറഞ്ഞത് വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ഒരു ദിവസം ജുമാക്ക് ഇങ്ങനെ ഒരാളിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് സൂറത്ത് കഹ്ഫ് ഓതി. ഞാൻ അയാളോട് പറഞ്ഞു, നമ്മുടെ ഒതിലേക്ക് ഖുർആനുണ്ടല്ലോ, നമ്മുടെ ഒതിയിൽ ഖുർആനുണ്ടല്ലോ എന്ന് പറയേണ്ടി വന്നു. അത്രയും തെറ്റാണ് അയാൾ ഓടുന്നത്. നമ്മൾ എന്ത് പഠിച്ചാലും എന്തൊക്കെയാണെങ്കിലും എന്ത് ചെയ്യണം, നമ്മളടുത്ത് ഖുർആനുമായിട്ടൊരു ബന്ധം ഉണ്ടാവാൻ, ഖുർആനെ പഠിക്കുക, കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അതിന് അറബി ആവശ്യമാണ്. അഥവാ ഖുർആൻ ഫുള്ള് സൂക്ഷിച്ചു വെച്ചു. ഒരു ഉറുമ്പ് ധാന്യം ഉണ്ടായിട്ടുള്ള ഉറുമ്പ് ഹാഫിളാണ്, മറ്റേ ഖുർആൻ പഠിച്ച ആളല്ല എന്ന് മാത്രം. നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അവൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. ആദ്യത്തത് സൂക്ഷിക്കുക, രണ്ടാമത്തത് അവനെ സൂക്ഷിക്കുന്നതാണ് സംരക്ഷിക്കുക. എങ്കിൽ നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ നിനക്ക് അവനെ മുന്നിൽ കാണാം. ആരെ? അള്ളാഹിന് മുമ്പിൽ നിനക്ക് കാണും. അപ്പൊ അള്ളാഹുവിനെ കുറച്ചുകൂടി ശരിയായ ഉത്തരം അള്ളാഹു അർശിലാണ്. അർശ് എന്ന് പറഞ്ഞാൽ അർശ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉപവിഷ്ടനായ സ്ഥലം. കുർസി എന്ന് പറഞ്ഞാൽ അവൻ കാല് വെക്കുന്ന സ്ഥലം. രണ്ടും ഒന്നാണ്. നിനക്ക് അള്ളാഹുവിനെ കൺമുന്നിൽ കാണാമെന്ന് പറഞ്ഞാൽ അള്ളാഹിനെ നേരിൽ കാണാൻ പറ്റും. അള്ളാഹിനെ നേരിൽ കണ്ടതാരെന്ന് മൂസാ നബി കണ്ടു. അള്ളാഹുവിനെ കാണാൻ കൂടിയിട്ടാണോ? അപ്പോ നോക്കിയിട്ട് ലേറ്റ് കണ്ടു കണ്ടിട്ടില്ല. മുഹമ്മദ് നബി കണ്ടു. ഇസ്ലാം ഇല്ല. സംസാരിച്ചു. എങ്ങനെ സംസാരിച്ചു? ഒരു മറക്കു പിന്നില്ല. അള്ളാഹ് ആരും നേരിട്ട് കണ്ടില്ല. നിനക്ക് അള്ളാഹെ കാണാന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പത്രത്തിൽ കേൾക്കുന്നില്ലേ, ദൈവത്തിന്റെ സ്ഥാനത്തെ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ഇവിടെ ഈ പദം മനസ്സിൽ കയറ്റിക്കൂടി. നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ എന്താ? അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ. അള്ളാഹ് നോ പറഞ്ഞത് നോ, യെസ് പറഞ്ഞത് യെസ്. തരുന്നില്ല. എന്താ കാരണം? നിങ്ങളുടെ ഉമ്മയോട് ഏറ്റവും വലിയ സ്നേഹമുണ്ട് എല്ലാവർക്കും. അതെന്താണ്? ഉമ്മ ചെയ്ത ഒരു ത്യാഗം ആലോചിച്ചിട്ടാണ് ഉമ്മ നമുക്ക് വേണ്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി എല്ലാം സംവിധാനിച്ചവനാണ് അള്ളാഹ്. നല്ല ഇടിയും കാറ്റുമായിട്ട് പെയ്യുമ്പോൾ എന്തായാലും വേഗം ഫോൺ ചാർജ് ചെയ്യട്ടെ, അല്ലെങ്കിൽ കിടക്ക് പോയപ്പോൾ 4 ദിവസം വരില്ല, കേസ് എങ്ങനെയാണെന്നാണ് ആലോചിക്കുന്നത്. ഞാൻ ആലോചിക്കുന്നത് എന്താ പറയുക, പടച്ചവനെ സുബ്ഹാന എത്ര പരിശുദ്ധൻ. ഞാൻ ഇന്നലെ ബൈക്കുമ്പോൾ പോയപ്പോൾ ഒരു സ്ഥലത്ത് മഴ, അപ്പുറത്തുനിന്നുണ്ട് ഞാൻ ഇങ്ങനെ കൂട്ടിട്ട് വെള്ളത്തിൻ്റെ ശരീരത്തിൽ ചുറ്റുമുള്ള ആൾക്കാരെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ
നല്ല വെയിലാണ്, നമുക്കറിയാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങൾ ദിവസവും കാണുന്ന നിങ്ങളുടെ കൺമുന്നിൽ പഠിക്കുന്ന രോഗികൾ, അവർക്ക് എത്രയോ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അവർക്കൊക്കെ വേണ്ട ഓക്സിജൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന റബ്ബ്. ആ റബ്ബിനെ നിന്റെ മുന്നിൽ കണ്ടെത്തും, അവനെ നീ കണ്ടെത്തും. നീ അവനെ കൺമുന്നിൽ ഇങ്ങനെ കാണും. കൺമുന്നിൽ കാണുന്ന നേരിട്ട് കാണുന്ന അതാണ് ഉദ്ദേശം. കാണൂല. പിന്നെ അള്ളാഹുവിന്റെ സഹായം വരും കൺമുന്നിൽ. ഞാനൊരു സംഭവം പറഞ്ഞുതരാം. അള്ളാഹു നമ്മളെങ്ങനെ സഹായിക്കുന്നു? എന്തുവാണ്? ഒരു കണ്ടീഷൻ ഉണ്ട്. നീ അള്ളാഹനെ സൂക്ഷിക്കുന്നത്. അള്ളാഹനെ സൂക്ഷിക്കുന്നത് അള്ളാഹ് യെസ് പറഞ്ഞതൊക്കെ യെസ്, നോ പറഞ്ഞതൊക്കെ നോ. ഹാത്തിമുൽ അസം എന്നൊരു വ്യക്തിയുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. ഹാത്തിമുൽ അസം എന്നൊരു വ്യക്തി, അയാൾക്ക് വലിയ ആഗ്രഹം, ഹജ്ജ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. ആ ഹജ്ജ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായപ്പോൾ അയാളുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കുറെ കുട്ടികളുണ്ട്, പ്രാരാബ്ധങ്ങളുണ്ട്. അയാൾ പോകാൻ നിൽക്കുമ്പോഴൊക്കെ തടസ്സമാണ്. ഒരു ദിവസം അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അയാളുടെ വീടിന്റെ അതിലാണ് എന്ത് ചെയ്യുക, ഹജ്ജിന്റെ യാത്രാസംഘം പോകുക. ഇന്നത്തെ പാസ്പോർട്ട് വേണ്ട, വിസ വേണ്ട, ഒന്നും വേണ്ട, പോയാൽ മതി. ആ പോകുന്ന പോക്കിൽ അയാൾക്ക് എന്നും ആഗ്രഹമാണ് ഹാത്തിമുൽ അസ്മിനെ ഹജ്ജിന് പോകാൻ. ഹാത്തിമുൽ അസ്മിന് ഈ വർഷവും പോകാനും, ഈ വർഷമാണ് പോകാൻ വർഷം. അപ്പൊ വീട്ടിൽ നിന്ന് പറ്റില്ല, ഞങ്ങൾ എന്താ ചെയ്യാം? അവസാനം വീട്ടിൽ നിന്ന് മോള് പറഞ്ഞു, ഉപ്പ പോവാം. ഉപ്പ എന്താണ്, റിസ്ക് കിട്ടാനുള്ള കാരണം, റിസ്ക് മീൻസ് നമ്മുടെ ഉപജീവനം കിട്ടാനുള്ള കാരണക്കാരനാണ് ഉപ്പ. റിസ്ക് തരുന്നവൻ ആരാണ്? അള്ളനൊപ്പം പോയിക്കോളൂ. അങ്ങനെ ഉപ്പ പോയി. 3 ദിവസത്തിനുള്ള ഭക്ഷണം ഒരുക്കി വെച്ചു. ഇപ്പൊ എത്ര ഗവൺമെന്റിൽ എത്ര സാഹചര്യം? 4 ദിവസം. എത്ര ഗവൺമെന്റിന്? 5. പ്രൈവറ്റിൽ എത്ര കൊടുക്കണം? ഇവിടുത്തെ പോകുന്നവരോട് ചോദിച്ചു കണ്ടിട്ടോ. പ്രൈവറ്റിലാണെങ്കിൽ എത്രയാവും, ഗവൺമെന്റിലാണെങ്കിൽ എത്രയാവും, പിന്നെ 4 പീസാണെങ്കിൽ എത്രയാവും, നേരത്തെ പോരാൻ പറ്റുന്ന പാക്കേജ് ആണെങ്കിൽ അന്വേഷിച്ചിട്ട് ആയിക്കോട്ടെ. ഇയാൾ പോയി 3 ദിവസത്തെ ഭക്ഷണം കൊടുത്തു പോയി. അയാൾ പോയി. ഇയാളെ വീട്ടിൽ പട്ടിണിയായി, പെൺമക്കളാണുള്ളത്, പട്ടിണിയായി. ആ സമയത്ത് ഹാറൂൺ റഷീദ്, ഇസ്ലാമിക ലോകത്തിൽ ഭരണാധികാരികളിൽപ്പെട്ട സമർത്ഥനായ ഒരു ഭരണാധികാരിയായിരുന്നു ഹാറൂൺ റഷീദ്. ഹാറൂൺ റഷീദ് നായാട്ടിന് പോയി, വേട്ടക്ക് പോയി. വേട്ടക്ക് പോയപ്പോൾ കയ്യിലെ വസ്തുക്കളൊക്കെ വിട്ട് ജീവൻ കൊണ്ട് തിരിച്ചോടേണ്ടി വന്നു. ഭക്ഷണം ഒഴിവാക്കിയിട്ട് വേട്ടയ്ക്ക് പ്രതികൂലത ഉണ്ടാകും, തിരിച്ചു. അങ്ങനെ ചെറിയ കുടിയിൽ കണ്ടപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. അവര് ഹാറൂൺ റഷീദിന്റെ ഒരു ഹെൽപ്പർ വന്നിട്ട് ആ വീട്ടിൽ ചോദിച്ചു, ഹാറൂൺ റഷീദിന് കുറച്ച് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. ഖലീഫയാണ്, ഭരണാധികാരിയുടെ രാജാവാണ്. അപ്പൊ ഹാറൂൺ റഷീദിനാണെങ്കിൽ ആ വീട്ടിലത്തെ ഉമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ ഇന്നലെ വരെ പട്ടിണിയാണ്, ഇനി അവസാനമുള്ളത് ആർക്ക് കൊടുക്കണം? രാജാവിന് കൊടുക്കണം. ഹാറൂൺ റഷീദ് ആരും മനസ്സിലായെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഹാറൂൺ റഷീദ് ഇങ്ങനെ എല്ലാ നാടുകളും വികസിപ്പിച്ചു പോവുകയാണ്. ഇന്ന് BJP ചെയ്യുന്നത് വേറൊരു സാധനം, അന്നത്തെ വേറൊരു സാധനം. അപ്പൊ ഹാറൂൺ റഷീദിനെ ഇവിടെ ഒരാൾ ചോദിച്ചു എന്നാണ്, നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലുണ്ടാവേണ്ട ചോദ്യം. ഹാറൂൺ റഷീദിനോട് ചോദിച്ചു എന്നാണ്, നിങ്ങൾ ദാഹിച്ചു നിൽക്കുന്ന നേരത്ത് ഒരു ഗ്ലാസ് വെള്ളം കിട്ടാൻ നിങ്ങൾ എന്ത് നൽകും? ഹാറൂൺ റഷീദ് പറഞ്ഞു, എന്റെ സാമ്രാജ്യത്തിന്റെ പകുതി കൊടുക്കും. അപ്പോൾ അയാൾ അടുത്ത ചോദ്യം ചോദിച്ചു, ആ വെള്ളം കുടിച്ച് യൂറിൻ പാസ് ചെയ്യാൻ പറ്റിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുക? പകുതി കൊടുത്തിട്ട് യൂറിൻ പാസ് ചെയ്യില്ല. ഈ മനുഷ്യൻ ചോദിക്കുന്ന അങ്ങനെയുള്ള ഹാറൂൺ റഷീദ് എന്തിനാണ് ഇങ്ങനെ രോഗം വെട്ടിപ്പിടിച്ച് ഇനി മുന്നേറുന്നത്? നിങ്ങളുടേതായ ചില കാര്യങ്ങൾ നോക്കണ്ടേ എന്ന് ചോദിച്ചു. അവിടെ നിന്ന് അങ്ങോട്ടാണ് അദ്ദേഹത്തിന്റെ മക്കൾ മഹ്മൂനും അമീനും ഒക്കെ പിന്നെ സമർത്ഥരായ ഭരണാധികാരികളെ മാറുന്ന ചരിത്രം. ഈ ഹാറൂൺ റഷീദിന് ഭക്ഷണം കൊടുക്കും. അതിന് ഹാറൂൺ റഷീദ് ഈ ഹാത്തിമുൽ അസ്മ എന്ന വലിയ പണ്ഡിതനെ കണ്ടിട്ടില്ല. വീടൊക്കെ സംസാരത്തിന് വീട് അന്വേഷിച്ച് കണ്ടു, ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കിയപ്പോൾ
ഭക്ഷണം കിട്ടിയതിന്റെ നന്ദിയായി ഹാറൂൺ റഷീദ് അയാളുടെ കയ്യിലുള്ള സമ്പാദ്യങ്ങളൊക്കെ കൊടുത്തുപോയി, തിരിച്ചുപോയി, സന്തോഷം കൊടുത്തുപോയി. ആ വീട്ടിലെല്ലാവർക്കും സന്തോഷമായി, ചിരിച്ചു. ആ പെൺകുട്ടികൾ അവരുടെ അച്ഛനും പറഞ്ഞില്ലേ, അവള് കരഞ്ഞു. അപ്പൊ ഉമ്മ ചോദിച്ചു, എല്ലാവരും ചിരിക്ക് സന്തോഷം, നീ എന്നെ കരയണം? അപ്പൊ അവൾ ഇങ്ങനെ സിമ്പിളായി പറഞ്ഞതാണ്, ഞാൻ കരയുന്നത് ഇന്നതിനാണ്. അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഒരടിമ ഒരു നേരം നമ്മിലേക്ക് കാരുണ്യത്തോടെ നോക്കിയപ്പോൾ ചെയ്തു, നമുക്ക് മരിക്കോളം ജീവിക്കല കിട്ടി. ഒറ്റ നേരം നോക്കിയിട്ടുള്ളൂ, അത് അള്ളാഹ് നോക്കിയാൽ. എന്നിട്ട് ആ പെണ്ണിങ്ങനെ പ്രാർത്ഥിച്ചു എന്നാണ്, അള്ളാഹുവേ ഞങ്ങളുടെ ഭക്ഷണം നീ ഏൽക്കും, ഞങ്ങളുടെ ഉപ്പന്റെ ഭക്ഷണം കൂടി നീ നോക്കണേ. ഹജ്ജിന് പോകുന്ന സംഘത്തിൽ ഹാത്തിബുൽ അസ്വദ് ഏറ്റവും ബാക്കിലാണ് ഉണ്ടാവുക. നിലവിലെ സംഘത്തിലല്ല, എൻ്റെ കൂടെ കയറി പോവുകയാണ്, ചാടി പോവുകയാണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും കഴിച്ചതിന്റെ ബാക്കിയൊക്കെ ഭക്ഷണത്തിൽ എന്തെങ്കിലും കിട്ടും, കണ്ടെന്ന് കഴിച്ചതിന്റെ ബാക്കിയൊക്കെ കിട്ടും. ആ യാത്രയിലെ അമീർ തേട് കുത്തി മരിച്ചു. അപ്പൊ ആളുകൾ ചോദിച്ചു, ഇനി നമ്മൾ എന്താ ചെയ്യണം? ആരാ നമുക്ക് ഹജ്ജിന്റെ രൂപം പറഞ്ഞുതരാം? ആളുകൾ പറഞ്ഞു, ഹാത്തിബുൽ അസ്വദിന്റെ ബാക്കിൽ. നേരെ ഹാത്തിബുൽ അസ്വദിനെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. ഇപ്പോൾ അയാളുടെ ഭക്ഷണം റെഡിയായി, കുടുംബത്തിന്റെ ഭക്ഷണം റെഡിയായി, അയാൾ ആഗ്രഹം തരും പൂർത്തിയായി. അള്ളാഹു പറഞ്ഞതനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ, അള്ളാഹ് നമ്മൾ കൺമുന്നിൽ കാണുന്നു പറഞ്ഞാൽ നമ്മളെ കാര്യം അള്ളാഹു പൂർത്തിയാക്കി തരും. ഒരു വ്യത്യാസം എന്താ? സ്വർഗത്തില് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും കിട്ടണമെങ്കിൽ വേറൊരാൾക്ക് തടസ്സം ഉണ്ടാവും. എന്നാൽ ഇഹലോകത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം നമുക്ക് കിട്ടുമ്പോൾ വേറൊരാൾക്ക് തടസ്സം ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് ഹാത്തിബുൽ അസ്വദിന്റെ കഥയിൽ. ഹാത്തിബുൽ അസ്വദിന്റെ കുടുംബത്തിന് ഭക്ഷണം കിട്ടണമെങ്കിൽ എന്ത് സംഭവിച്ചു? ഹാറൂൺ റഷീദിന്റെ കുട്ടികൾക്കും നായാട്ടിൽ അപകടം സംഭവിച്ചു. ഹാത്തിബുൽ അസ്വദിനെ ഹജ്ജിന്റെ അമീർ ആകണമെങ്കിൽ മുന്നിലെ അമീർ മരിക്കേണ്ടി വന്നു. ദുനിയാവിൽ അങ്ങനെ മുഖ്യമന്ത്രി തീരുമാനമായോ? ആയിട്ടില്ല. ഒരാൾക്കല്ലേ പറ്റുള്ളൂ, ഒരാൾ. ഇപ്പൊ രണ്ടാൾക്ക് സങ്കടം ഉണ്ടാവില്ലേ? ഉണ്ടാവും. സ്വർഗത്തിൽ വേണമെങ്കിൽ 3 ആളും മുഖ്യമന്ത്രിയാണ്. ഒരാളുടെ സങ്കടം ഉണ്ടാവില്ല, ഇവിടെ ഉണ്ടാവും. ഇതാണ് പ്രഖ്യാപിച്ചോണ്ട് കാണാം, ഞാൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയും. ഇവിടെ ആർക്കും ഒരു സന്തോഷം ഉണ്ടാവണമെങ്കിൽ അതിനപ്പുറത്തൊരു സങ്കടം ഉണ്ടാവും. ഫസ്റ്റ് റാങ്ക് കിട്ടിയാൽ, അല്ലെങ്കിൽ ടോപ്പ് മാർക്ക് കിട്ടിയാൽ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ, രണ്ടാമത് ഒരു ജസ്റ്റ് മിസ്സായി ഫസ്റ്റ് റാങ്കിൽ സങ്കടം. ഒരാൾ സന്തോഷിച്ചപ്പോൾ വേറെ സങ്കടപ്പെട്ടു. പിന്നെ വേഗം മനസ്സിൽ ആൻസർ ഞാൻ ചെയ്തത് വേണ്ടാത്ത ആൻസർ അവിടത്തെ മനസ്സിൽ സിമ്പിൾ. എന്നാൽ സ്വർഗത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. ഇവിടെ ഇപ്പോ ഞാനൊക്കെ വേണ്ടപ്പെട്ട നിങ്ങളെ പറയാം, ജീവിതത്തിന്റെ എത്ര ഭാഗങ്ങളൊക്കെ ജീവിതത്തിൽ എത്തിയിട്ടുള്ളൂ എന്ന് ആലോചിക്കും. പിന്നെ പറ്റി ഞാൻ പറയും, ഒരു ശരാശരി ഏജിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിന്റെ പകുതിയും കഴിഞ്ഞു. ഇനിയുള്ള ബാക്കി പകുതി നിലവിൽ ജീവിച്ചത് എന്നിട്ട് മനസ്സിലാവില്ല. നിലവിൽ ജീവിച്ചതിന്റെ അപ്പുറത്തുള്ള പകുതിയാണ് ഇനി എനിക്കുള്ളത്. അത് കുറച്ചൊരു പ്രതിസന്ധികൾ നിറഞ്ഞ പകുതി. നിങ്ങൾക്കത് മനസ്സിലാവൂല, എനിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ള പ്രായത്തിൽ ഇപ്പൊ എനിക്കിങ്ങനെ മനസ്സിലാവാൻ തുടങ്ങി. നിങ്ങൾക്കത് മനസ്സിലാവൂല. എന്താണ് എനിക്കതിന് പ്രതിസന്ധി തോന്നുന്നത്? ഇപ്പൊ ഞാൻ ഉപ്പയാണ്. അപ്പൊ ഞാൻ ആദ്യം കുട്ടിയാണ് സ്കൂളിൽ പോകാൻ കഴിയുന്നത്. അവൻ പോയി തൊട്ടടുത്ത സ്കൂളിലായിരുന്നു. അപ്പൊ ഇനി പുതിയ സ്കൂളിൽ ചേർക്കുമ്പോൾ എന്തൊക്കെ ഉണ്ട്? ഇപ്പം ഫോണിൽ മെസ്സേജ് ഉണ്ട് വൈകിട്ട്, നാളെ സ്കൂളിൽ ചേർത്താൽ മതി, ഇന്നത് പോകണം. അത് ഉപ്പൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ നിങ്ങളൊക്കെ മരുന്നൊക്കെ ഉണ്ടാകുന്ന അടുത്ത സമ്മാനം എനിക്ക് 2 മാസം പൈസ കൊടുക്കും. നിങ്ങളുടെ കഴിയാറുണ്ടാവില്ല, നിങ്ങളുടെ മെസ്സേജ് അയക്കുന്നത് വോയിസ് ഇതേ ഉണ്ടാവുള്ളൂ. അപ്പൊ ജീവിതത്തിൽ കുറെ കഴിയുന്നതോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാധ്യതകളിലേക്ക് നീങ്ങും. അപ്പൊ ഇതുവരെ ജീവിച്ചതിൽ നിന്ന് വലിയ ബുദ്ധിമുട്ടുകളിലേക്കാണ് എന്ത് ചെയ്യാം. എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ, ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെ ബുദ്ധിമുട്ടുകളിലേക്കാണ് എന്ത് ചെയ്യാം മുന്നോട്ട് നീങ്ങും. അപ്പൊ അവിടെയൊക്കെ നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഒരു സഹായം, അള്ളാഹുവിൽ നിന്നുള്ളൊരു ഹെൽപ്പ് കിട്ടണമെങ്കിൽ എന്ത് മതി? നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ. എന്താ അള്ളാഹുവിനെ സൂക്ഷിക്കണം പറഞ്ഞാൽ? അള്ളാഹ് ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ചെയ്യാതെ
വേറൊന്നുമില്ല. അതായത് ഒരു അതിർ വരണ്ട്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാതെ. ഇപ്പൊ ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് അതിൽ ഉപകാരം ഉണ്ടാവും വിചാരിച്ച് പറയട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കും, കാൽക്കുലേഷൻ ചെയ്യും. എന്താണ് നിങ്ങളങ്ങനെ ചിന്തിക്കണോ എനിക്കറിയില്ല, അല്ലെങ്കിൽ ചിന്തിക്കാൻ വേണ്ടിയുണ്ട്. എന്താ നിങ്ങൾക്ക് മാർക്ക് കുറയാൻ കഴിഞ്ഞ സെമ്മിലെ മാർക്ക് എന്തെങ്കിലും കുറഞ്ഞത് പ്രാവശ്യം നിങ്ങൾ കണ്ടെത്തുന്ന കാരണം എന്താ? അന്ന് ഒക്കെ 4 ദിവസങ്ങൾക്ക് പണി പിടിച്ചു, അവിടെ ആ കല്യാണത്തിന് പോയി, ആ 3 ദിവസത്തെ ക്ലാസ്സിൽ നിർബന്ധമായിട്ട് മിസ്സാകേണ്ടി വന്നു. അതൊന്നും ആ സംബന്ധിച്ച് ഇങ്ങനെയാണ് ഞാൻ തിരിച്ചാണ് ചിന്തിക്കുക. എനിക്ക് എവിടെയാണ് ഞാനും എൻ്റെ റബ്ബും തമ്മിൽ എവിടെയോ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, എവിടെയെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ഈ മാസം കിട്ടിയ സാലറി തരുന്നില്ല, എൻ്റെ ആവശ്യങ്ങൾക്ക് തികഞ്ഞിട്ടില്ല. എനിക്ക് കുറച്ചധികം ചിലവ്, ഹോസ്പിറ്റലൈസും കാര്യങ്ങൾ അധികം വന്നു. എന്തുകൊണ്ടായിരിക്കും? കഴിഞ്ഞ മാസം ഇങ്ങനെ ഇല്ലല്ലോ. 2 മാസം ഒരേ സാലറി കിട്ടുന്നു, ഈ മാസത്തെ സാലറി എനിക്ക് തികയുന്നില്ലല്ലോ. എവിടെ സംഭവിച്ചു എന്ന് ഞാൻ ആലോചിക്കുന്നത്, ഞാൻ എവിടെ എൻ്റെ റബ്ബുമായി ഒരു ഡിസ്റ്റൻസ് സംഭവിച്ചു എന്നാണ് ആലോചിക്കുന്നത്. അതിങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യാറുണ്ട്, ഞങ്ങളൊരു ഉപകരണം എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഞാൻ ആലോചിക്കുന്നു, അങ്ങനെയാണെങ്കിൽ കുറച്ചോനെ എൻ്റെ ഖുർആനിന് കുറച്ച് കുറവുണ്ടല്ലേ. ഞാൻ സുബൈക്ക് പള്ളിക്ക് പോകുന്നത് ഒരു 10 മിനിറ്റ് നേരത്തെ ആക്കണല്ലേ. ഞാൻ മറ്റേ സലാം കിട്ടാൻ നേരത്തെ നേരത്തെ ആക്കണല്ലേ. ഞാൻ സുന്നത്ത് നോമ്പ് ഒന്ന് എടുക്കണല്ലേ, ഞാനൊന്ന് മുന്നിട്ടൊന്ന് കൂടുതൽ എടുക്കണല്ലേ എന്ന് തീരുമാനിച്ച് അങ്ങോട്ട് എടുക്കലാണെന്ന് ചെയ്യുക. അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചില തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് അവസാനം അപകടത്തിൽ ചെന്നിച്ചാവും. ഇന്നാവും നാളെ ആവുമെന്ന് ഞാൻ പറയുന്ന അർത്ഥമല്ല, പക്ഷെ അതൊരു നാൾ അപകടത്തിൽ ചെന്നിച്ചാവും. അള്ളാഹുവിനെ ഒരാൾ സൂക്ഷിച്ചാലോ, അള്ളാഹു പറഞ്ഞതുപോലെ ജീവിച്ചാൽ അള്ളാഹു അയാളുടെ കാര്യം ഏറ്റെടുത്തു നടക്കും. അയാളുടെ ആഗ്രഹങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും. ഞാനങ്ങനെ പറയുന്നത് അത് എത്രമാത്രം ഉള്ളിലേക്ക് തട്ടുന്നു എന്ന് എനിക്കറിയില്ല, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. നീ ഹദീസിന്റെ വാക്യം സ്പീഡാണ്. ഇതാ സഅൽത ഫസ്അലില്ല, നീ ചോദിക്കണമെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കാം. അള്ളാഹ് അല്ലാത്ത ഒരാളോടും ചോദിക്കാതിരിക്കുക, ഒരു ജാറത്തിൽ പോവാതിരിക്കുക, ഒരു ചരട് ശരീരത്തിൽ കെട്ടാതിരിക്കുക. നീ സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട്. ഈ പറഞ്ഞതിനർത്ഥം ഒരു പേന തരുമോ ചോദിക്കാൻ പറ്റില്ല. അത് അള്ളാഹ്ക്ക് നമുക്ക് പറ്റാത്തൊരു സഹായം എന്തെങ്കിലും ആരോട് ചോദിക്കണം? അള്ളാഹ് അല്ലാത്ത ഒരാളോട് ചോദിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അള്ളാഹു എനിക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരണേന്ന് ചോദിക്കാം. ഒരാൾ പറയാം, ഇനി വേറെ പറഞ്ഞു ഈമാൻ വർദ്ധിപ്പിച്ചു തരണേന്ന് ആ പറ്റില്ല. ഇനിയും അടുത്തത്, നിനക്ക് ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടി ആളുകൾ എല്ലാവരും ഒരുമിച്ച് ചോദിക്കും. അള്ളാഹു നിനക്ക് വിളിച്ചതല്ലാത്ത ഒന്നും സംഭവിക്കില്ല. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. നമ്മുടെ നാട്ടില് ഒരു ഗൾഫിലൊരാ കുട്ടീനെ കൊന്നിട്ട് കുടുങ്ങിയ ഒരാളല്ലേ. നമ്മുടെ നാട്ടിൽ ലക്ഷങ്ങളൊക്കെ തിരിച്ചു കോടികൾ അബ്ദുറഹീം അത് പറഞ്ഞിട്ടുണ്ടോ? ഉമ്മ അവിടെ കാണാൻ ചെന്നു, ഉമ്മനെ കാണാതെ തിരിച്ചയച്ചു. അപ്പൊ നോക്കിങ്ങളെ അന്നൊരു കാര്യം ഉമ്മാനോട് എല്ലാവരും കയറ്റി വിട്ടു. ഉമ്മ ഉണ്ടല്ലോ തിരിച്ചു പോകുന്നു. അങ്ങനത്തെ അപ്ഡേഷൻ അല്ലേ? അങ്ങനെ അങ്ങനെ മനുഷ്യൻ നാട്ടിലെത്തിയിട്ടില്ല, നിലവിലെത്തിയിട്ടില്ല. എത്തിയോ? എന്റെ നിലവിലെത്തിയിട്ടില്ല. ഞാൻ അറിയാതെത്തിക്കണമെങ്കിൽ തെറ്റല്ല. നമ്മുടെ നാട്ടുകാരെല്ലാവരും തീരുമാനിച്ചു. എന്തിന്? എത്രത്തോളം തീരുമാനിച്ചു? എന്റെ നാട്ടിലെ പള്ളിയിൽ വെള്ളിയാഴ്ച കളക്ഷൻ നടന്നു, അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കളക്ഷൻ നടന്നു.
അവസാനം പറഞ്ഞു ഇനി പൈസ അയക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ നാട്ടാളുകൾ പറഞ്ഞു ആ പൈസ അയക്കാൻ പറ്റില്ലല്ലോ, അത് പള്ളിയുടെ പണിക്കെടുക്കാതെ അത്ര വരെ ആളുകൾ ഈ വേണ്ടെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ കൊടുത്ത പൈസ കയ്യിൽ തിരിച്ചു തന്നു. അത് ഇത്രയേ ഉള്ളൂ. നാട്ടുകാരൊക്കെ ഒരുമിച്ച് ചേർന്ന് നിനക്കൊരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചാലും അള്ളാഹു വേണ്ട എന്ന് തീരുമാനിച്ചാൽ പിന്നെ അത് നടക്കില്ല. നിനക്ക് എന്തുണ്ടാവുള്ളൂ? അള്ളാഹു വിധിച്ചതേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അള്ളാഹു വിധിച്ചതേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ തോൽക്കും. അള്ള വിധിച്ചതല്ലേ എന്ന് പറയാൻ പറ്റുമോ? നല്ല പൈസക്ക് മുടക്കി ഉപ്പിമേറ്റങ്ങൾ പറഞ്ഞയച്ചു, അപ്പൊ പറയാം അത് തോറ്റു, ആ പേപ്പർ പോയി, അത് അള്ളാന്റെ വിധിയാണെന്നോ അങ്ങനെ പറയാൻ പറ്റുമോ? അത് പറ്റില്ല. അള്ളാന്റെ വിധിയാണ്, പക്ഷെ നമുക്കത് അറിയില്ല. ഞാൻ വൈകുന്നേരം എന്താ സംഭവിക്കുക? അള്ളാന്റെ വിധിയാണ്, പക്ഷെ നമുക്കറിയും, അറിയെങ്കിലേ വിധിയാണെന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് അള്ളാഹു തീരുമാനിച്ചതേ നടക്കുള്ളൂ. ഹദീസിന്റെ ബാക്കി ഇതാണ്, വഇന്നി ജതമഉ അലാ അൻ യദുറൂക ബിശൈഇൻ ലൻ യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബല്ലാഹു അലൈക. ആളുകളൊക്കെ നിന്നെ ഉപദ്രവിക്കണം എന്ന് വിചാരിച്ചു, അള്ളാഹു വിധിച്ചാലല്ലാതെ നടക്കൂല. ഇബ്രാഹിം നബിയെ തീയിലിടാൻ വേണ്ടി ആൾക്കാർ തീരുമാനിച്ചു. എന്നിട്ട് തീ ഇങ്ങനെ കത്തിയപ്പോൾ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല, പിടിച്ചുകൊണ്ടേട്ടു. ഇബ്രാഹിം നബിയോട് ചെയ്തത് ഒരു വടിയിൽ കെട്ടിയിട്ട് മുകളിൽ തീയിലേക്ക് വെക്കും. എന്തുകൊണ്ടാ? ചൂടുകൊണ്ട്. നാട്ടിലെല്ലാവരും ആ തീയിലേക്ക് വിറകിട്ടു. കുട്ടികളില്ലാത്തവർ കുട്ടികൾ ഉണ്ടാവാൻ വിറകിട്ടു. കച്ചവടം ഉഷാറാവാൻ വിറകിട്ട്. അങ്ങനെ തീ ആടി കത്തിയെടുത്ത് ഇബ്രാഹിം നബിനെ ഇട്ടു. അപ്പൊ ഇബ്രാഹിം നബി തന്നെ എന്ത് പ്രശ്നം, തീയല്ലേ എന്ന് പറഞ്ഞു. ഇല്ല, എല്ലാവർക്കും ഉള്ള ചൂട്, തീ എല്ലാവർക്കും ചൂടാണ്. അതാണ് ഇബ്രാഹിം നബി ദൂരെ നിന്നിട്ട്. പക്ഷെ അത് ഇബ്രാഹിം നബിക്ക് എന്താ കൊടുത്തത്? തണുപ്പ്. ഇബ്രാഹിം നബിക്ക് അത് തണുപ്പ് കൊടുത്തു. അതെന്തുകൊണ്ടാ? അത് അള്ളാഹുവിൽ നിന്നുള്ളൊരു പ്രൊട്ടക്ഷനാണ്. നാട്ടുകാരൊക്കെ വിചാരിച്ചു തീ തണുത്തോ, ആ നാട്ടിൽ തീ ഫുള്ള് തണുത്തോ. ആ ഇങ്ങനെ ഇബ്രാഹിം തീ ഇങ്ങനെ നടന്നപ്പോ രണ്ടാൾ പോയിട്ട് ചാടി, തീക്ക് ചൂടില്ലെന്ന് പറഞ്ഞു. ഇല്ല, എല്ലാവർക്കും തീ ചൂട്. ആർക്കും തീ ചൂടില്ല? ഇബ്രാഹിം. ചില ആളുകൾ ഇങ്ങനെ പറയേ എക്സാം ഭയങ്കര ടൈറ്റ് ആയിരുന്നു, ഇതിന്റെ ഇടയിൽ ഒരു കുട്ടി എന്നൊക്കെ പറയും പിന്നെ നല്ല സിമ്പിൾ എക്സാം. ഇതേപോലെ എല്ലാവർക്കും ടൈറ്റ് ചൂട്, ഇബ്രാഹിം നബിക്ക് എന്തുകൊണ്ടാ? അള്ളാഹു ഒരാളെ സംരക്ഷിക്കാൻ വിചാരിച്ചാൽ ബാക്കി ഒരു പ്രശ്നമില്ല. അള്ളാഹ് ആരെ സംരക്ഷിക്കും? ആളെ സംരക്ഷിക്കും. അതിനെന്തുമാണ്? നമ്മൾ അള്ളാഹ് പറഞ്ഞതുപോലെ നിന്നാൽ അള്ളാഹു നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. തേനകളൊക്കെ ഉയർത്തിയിട്ടുള്ള തീരുമാനമാണ്. ഏടുകളൊക്കെ വറ്റിയിരിക്കുന്നു എന്നതുകൊണ്ട്. ഓക്കെ, നമുക്ക് അള്ളാഹുവിന്റെ സഹായം ഇല്ല. ഇതിന്റെ ഹദീസിന്റെ ബാക്കി ഇങ്ങനെയാണ്. മറ്റൊരു പറഞ്ഞാണ് നീ കണ്ടുമുട്ടും എന്നതിന് പകരം രണ്ടാമത്തെ ഇപ്പോഴുള്ള ഭാഗം നേരെ ഫ്രണ്ടിൽ നീ അള്ളാഹനെ കാണണം. അതിനെന്ത് വേണം? നിനക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ നീ അള്ളാഹുവിനെ ഓർത്താൽ നിനക്ക് ഇടങ്ങേറുണ്ടാകുമ്പോൾ ആര് ഓർക്കും? നിന്നെ. അള്ളാഹു നിന്നെ. നമ്മളെപ്പോൾ ഇടങ്ങേറുണ്ടാവും അല്ലേ? പരീക്ഷന്റെ ആ സമയത്ത് ഇങ്ങനെ വരും. ആ നേരം പരീക്ഷന്റെ മുമ്പില്ലേ ഇങ്ങനെ ചെയ്തത് അള്ളാഹുവേ ഞാൻ എൻ്റെ ഒപ്പീനിയൻ കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് പഠിക്കുന്നത്. എനിക്കൊരു ലക്ഷ്യമുണ്ട്, എനിക്കൊരു ലക്ഷ്യമുണ്ട്. എൻ്റെ മുന്നോട്ടുള്ള യാത്ര എളുപ്പമാക്കി തരാൻ പരീക്ഷ ഇല്ലാത്തപ്പോൾ പറഞ്ഞാൽ അയാളുടെ പരീക്ഷ എന്ത് പൂച്ചാണ് അപ്പുറത്തോട്ട്. അതിനപ്പുറം മാറിയിട്ട് റബ്ബിനോട് നമുക്ക് അനുഗ്രഹം ഉണ്ടാകുമ്പോൾ പറയുക. അനുഗ്രഹം ഉണ്ടാവുമ്പോൾ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന നേരത്തെ ആരെ സഹായം കിട്ടും? അള്ളാഹുവിന്റെ സഹായം. ഞാൻ മിനിഞ്ഞാന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ കാണാൻ പോകുന്നു. ബുധൻ, തിങ്കളാഴ്ച. 2 ദിവസം കഴിഞ്ഞ് 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 2 ദിവസം കഴിഞ്ഞ്
അയാൾ ഇപ്പോൾ പറയുന്ന സ്റ്റേജ് പറയുന്നത് അയാൾ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ചെയ്യും. അയാളുടെ ജീവിതത്തിൽ അയാൾ പ്രശ്നങ്ങളിൽ അയാൾ റെക്കോർഡറാണ്, വളരെ ഒന്നുമില്ല. അയാൾ എങ്ങനെ പറഞ്ഞു, ഞാൻ മരിച്ചാൽ കണ്ടത്തിൽ പറഞ്ഞു അങ്ങനെ ജീവിതം ശ്രദ്ധിക്കണം, ഞാൻ മരിച്ചതിന് പൈകൾ കിട്ടാൻ മതിയാവും. അങ്ങനെ പറഞ്ഞതാണ്. ബാക്കി നിങ്ങൾ ആലോചിച്ചു. ഇന്ന് അയാൾക്ക് പ്രശ്നമായിട്ട് വന്ന് നിൽക്കുമ്പോൾ അയാൾക്ക് തിരിച്ചു വരണം. അപ്പോൾ അയാൾ സങ്കടപ്പെടുക. അന്ന് പറഞ്ഞതും ആലോചിച്ച് ചെയ്തതൊക്കെയായ കാര്യങ്ങളിൽ അയാളുടെ വലിയ അനുഗ്രഹം ഉണ്ടായപ്പോൾ ആരും ഓർക്കില്ല, അള്ളാഹിനെ ഓർക്കില്ല. ഇപ്പോൾ ഇടങ്ങേറുണ്ടായപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കാണാനിരിക്കുന്ന, നിങ്ങൾ കാണുന്ന രോഗികളൊക്കെ എല്ലാവരും പാവങ്ങളായി മാറും. എന്തുകൊണ്ടാണ്? എല്ലാവരും രക്ഷപ്പെട്ട രോഗികളെല്ലാവരും കുറച്ച് ആൾക്കാർ. അപ്പോൾ അവർക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ആ അനുഗ്രഹങ്ങൾ ഉണ്ടായപ്പോൾ അവരത് മറന്നോ എന്നാണ്. അപ്പൊ ഇങ്ങനെ ഞാൻ പറയാം, ഇങ്ങനൊരു ഉദ്ദേശം കേട്ടത് അള്ളാഹ് ഓർക്കുന്നവർക്കൊന്നും ഇടങ്ങേറുണ്ടാവാനൊന്നുമില്ല, ഉണ്ടാവും. പക്ഷെ അവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? ആ പരീക്ഷണങ്ങളിൽ അതിജയിക്കാൻ പറ്റും. എങ്ങനെ അതിജയിക്കുക? അസുഖം ഉണ്ടാവില്ല, മരിക്കൂല എന്നൊന്നല്ല, ഈമാനിനെ കൊണ്ട് അദ്ദേഹം അതിനെ അതിജയിക്കാൻ. അതാണ് നമുക്ക് സന്തോഷമുണ്ടാവുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർത്താൽ നമ്മുടെ ഇടങ്ങേറുള്ള സമയത്ത് ആരെ ഓർക്കും? അള്ളാഹു നമ്മൾക്ക് നിവർത്തങ്ങനെ ചെയ്യും. നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവർ, പഠിക്കുന്നവർ, ഒരു വലിയ പ്രശ്നമില്ലാത്ത നേരത്ത് നിങ്ങൾ പരസ്പരം സഹായിക്കാത്ത ഒരു കുട്ടീൻ്റെ കുട്ടികളുടെ കൂടെ അവർക്ക് എന്തെങ്കിലും വന്നാൽ എന്താ പറയാ? തന്നെയാണ് പ്രശ്നം, ഒരുമിച്ചിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അലൻ പറയും. ഇതേ പ്രശ്നം അതുകൊണ്ട് നിനക്ക് ക്ഷമയുടെ കൂടെയാണ് വിജയം. ക്ഷമയുടെ കൂടെയാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ കുറേ കാലത്ത് സഹിക്കുക. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, പഠിച്ചിട്ടൊന്നും മെമ്മറിയിൽ നിൽക്കുന്നില്ല. അപ്പൊ അതേ പറഞ്ഞത് കുറേ കാര്യങ്ങൾ പറഞ്ഞു ദീർഘമായ കാലം ചെയ്യണം. ചില ആളുകൾക്ക് പൗരത്വ ആലോചിക്കുന്നുണ്ടാവും, വേണ്ടില്ല ഇത് തിരഞ്ഞെടുക്കേണ്ടത് ചില്ലറ പണിയുണ്ട്, വിചാരിച്ചില്ലാത്ത പണിയുണ്ട്. ഇതിപ്പോൾ രണ്ട് പരങ്ങ നീർക്കോലിനെ കുറിച്ച് വന്നിരിക്കുക. ചില ആൾക്കാർ പരങ്ങ വിചാരിക്കാൻ നീർക്കോലിനെ വിട്ട്, നീർക്കോലിനെ മനസ്സിലായി പാമ്പ് വിട്ട ഞാൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നെ കൊത്തുക, വിട്ടാൽ ഇങ്ങോട്ട് കൊത്തുക വിചാരിച്ച് ഇങ്ങനെ നിൽക്കും. ഒരു പകുതിയൊക്കെ എത്തി, 2 കൊല്ലായി 3 കൊല്ലായി ഇവിടെ പോകാൻ ഇങ്ങനെ ഒരു ആശങ്കയാണ്. അതെ, കുറച്ച് സ്വഭാവം എന്തെങ്കിലും ഉണ്ടാവും. സ്വഭാവം ഉണ്ടെങ്കിൽ എന്തുണ്ടാവുന്ന പറഞ്ഞാൽ നസ്വറുണ്ടാവും, സഹായം. ഇല്ലെങ്കിൽ എന്താ എനിക്ക് ഒന്നുമില്ല, സ്വഭാവം പിന്നെ എന്താ നിങ്ങൾക്ക് പിന്നെ പിന്നെ അങ്ങനെ ബോർഡങ്ങനെ കാണും. പിന്നെ അവിടെ MBBS താഴത്തുള്ള 4 അക്ഷരങ്ങൾ നിങ്ങൾക്കറിയാത്ത അക്ഷരം. അന്ന് നിങ്ങൾ ആരോടും പറയില്ല, നിങ്ങളിങ്ങനെ അവൻ അങ്ങനെ പഠിച്ചു, അവൻ അങ്ങനെ പഠിച്ചു. ഞാൻ ആ സമയത്തൊക്കെ സീരിയസ് ആയി എടുക്കുക. അതുകൊണ്ട് ഞാനാരാ നിങ്ങളൊരു കുറ്റബോധമുണ്ടോ? അതുകൊണ്ട് സുദീർഘമായൊരു കാലം, ഇപ്പോൾ നിങ്ങളുടെ സമയം പഠിക്കേണ്ട കാലമാണ്. പഠിക്കേണ്ട കാലത്തിൽ നല്ല സ്വഭാവമാണ്. ഇപ്പം നിങ്ങൾ ഇല്ലാതെ ഇടനീർക്കാണ് പോവുക. ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവുക. ഇപ്പം നിങ്ങൾക്ക് ഇല്ലാതെ ടൈറ്റിക്ക് നിങ്ങൾ പോവുക. അങ്ങനെ ടൈറ്റിക്ക് പോയി വീപ്പയക്കാൻ പറ്റാതെ ഹൗസ് സർവീസൊക്കെ ചെയ്യുമ്പോൾ ചാത്ത് ജീവൻ വലിയതെന്ന് അറിയാതെ അങ്ങനെ, പക്ഷെ അവസാനം ഉണ്ടാവും വിജയം ഉണ്ടാവും. അതാണ് വാഹനം ബുദ്ധിമുട്ടിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടാവും. ഉസ്റിന്റെ അലിഫും ലാമും ഉണ്ടാവും. അൽ ഉസ്ർ എന്നാണ് ഉണ്ടാവുക. ഓക്കെ, എന്നാൽ യുസ്ർ
അലിഫിലാമൊട്ടിക്കലിങ്ങനെ ഉദ്ദേശിച്ചതാണ്. ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എക്സിറ്റുകൾ എത്ര ഉണ്ടാവും? ഒരുപാടുണ്ടാവും. എല്ലാവരും തന്നെ നമ്മൾ ഇവിടെ നോക്കി എത്ര വാഹനങ്ങൾ പുറത്തെടുക്കാൻ, എന്നാൽ ഇവിടെ തലങ്ങൾ വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എന്തായാലും ഓടാൻ മാറുന്നുണ്ട്, ഒന്നല്ല ഒന്നിലധികം. അതാണ് സിരി യുസ്റ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അത് കാണിച്ചെന്ന് പറയാ, നിങ്ങളെ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും യുസ്ർ ഉണ്ടാവും. യുസ്ർ ചിലപ്പോൾ ആർക്കും മനസ്സിലാവില്ല, നമുക്ക് മനസ്സിലാവില്ല. ഒരു അപകട സമയത്ത് ബസ്സിൽ ഏറ്റവും കണ്ടിട്ടില്ലേ, ഒരു ആമത്തെ ചെയ്തിട്ടുണ്ടാവും ചില ബസ്സിൽ. അതെന്താ അത് മനസ്സിലാവാത്തത് മനസ്സിലാവില്ല. ഞാൻ ഫസ്റ്റ് എന്തിനാണ് ഈ ബസ്സിൽ പോയത്, അതിന് എന്തെങ്കിലും അപകടമെങ്കിൽ അത് എടുക്കണം, അടിക്കണം, പൊട്ടിക്കണം, എന്നാൽ രക്ഷപ്പെടാം. ചിന്നൂടെ ചാടി രക്ഷപ്പെടാം. അറിയാത്ത ഒരാളോ നമ്മുടെ മുമ്പിൽ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാവും. ചില പ്രശ്നങ്ങൾക്ക് എൻ്റെ ആവശ്യം ഉണ്ടാവും. ആ ആമറ എടുക്കുക, ബസ്സിന് അടിക്കുക, ഗ്ലാസ് പൊട്ടിക്കുക, പുറത്ത് കിടക്കുക, എളുപ്പമാവും. പക്ഷെ ആ ആമറ എടുത്ത് പൊട്ടിക്കാതെ എന്ത് സംഭവിക്കും? ഒരു ഉദാഹരണം പറയാം. ചില ആമറ നിന്നത് ഇപ്പോൾ നമ്മൾ ഹോസ്റ്റലിലാണ്, അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് ഉറങ്ങാതിരിക്കാൻ പറ്റുന്ന ഒരാളുണ്ട്, കാര്യമായിട്ട് തന്നെ പറയാം. എത്ര പറഞ്ഞാലും ഉറക്കില്ലാത്ത ഒരാൾ, പലർക്കും പല ഉറക്കാണ്. അപ്പം പറയും പിന്നെ എത്ര രാത്രി കുറേ നേരം സംസാരിച്ചിരുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്, നിങ്ങളാരും വേറെ ഫ്രണ്ട്. അപ്പം ആ ഫ്രണ്ട് നിങ്ങളെ ഒരു ബുദ്ധിമുട്ടാണ്, എന്താ ചെയ്യുന്നത്? ഒറ്റയ്ക്ക് വേഗം മാറിക്കിടക്കുക, അല്ലെങ്കിൽ വേഗം കണ്ടിരിക്കും. പൊട്ടിക്കാൻ അടിച്ച സ്ഥലത്തൊക്കെ കൊല്ലണമെന്നല്ല, അന്തടിച്ചൊക്കെ കൊന്നിട്ട് രക്ഷപ്പെടണമെന്നല്ല. മാർഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് എന്നതാണ് ശരി യുസ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തു പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ സാധാരണ മലയാളത്തിൽ പറയും, ഒരു കയറ്റമുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഒരു ഇറക്കം ഉണ്ടാവും. പക്ഷെ എല്ലാ കയറ്റത്തിനും ഇറക്കം ഉണ്ടാവും, ഉടനുണ്ടാവും ഉണ്ടാവില്ല. ചില കയറ്റങ്ങൾക്ക് കുറച്ച് അപ്പുറത്തെത്തിയിട്ടായിരിക്കും ഇറക്കം ഉണ്ടാവും, നേരെ തിരിച്ചും ഉണ്ടാവാം. ചില കയറ്റങ്ങൾക്ക് ഉടനെ ഇറക്കം ഉണ്ടാവും. അങ്ങനെ ഉടനെ ഇറക്കം ഉണ്ടായെന്ന് മനസ്സിലാക്കേണ്ടത് കയറ്റുണ്ടാവുമ്പോഴൊക്കെ ഇറക്കം ഉണ്ടാവുക അല്ല, അത് എനിക്കൊരു പരീക്ഷണമാണോ എന്നാണ് ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത്രയുള്ള ഹദീസ് നമ്മളോട് പറഞ്ഞത്, അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു ബാക്കിയൊക്കെ നമ്മളെ കാര്യമായിട്ടും അള്ളാഹു ഏറ്റെടുക്കും. നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന പണി മാത്രം ചെയ്താൽ മതി. കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, കുറച്ചൊരു പ്രയാസമുണ്ട്. ആ പ്രയാസത്തിൽ എന്താ അള്ളാഹു സൂക്ഷിക്കുന്നത്? ആരും കാണുന്നില്ലെങ്കിലും എന്ത് ചെയ്യുന്നത്? എന്നെ റബ്ബ് കാണുന്നു എന്ന് തോന്നലാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന്. എൻ്റെ റബ്ബെന്നെ സദാ വീക്ഷിക്കുന്നു, എന്നെ കാണുന്നു. ആ റബ്ബിനെ മറച്ചു വെച്ച് ഒന്നും ചെയ്യാനാകില്ല. അതാണ് യഹ്ഫദില്ലാഹ യഹ്ഫദുക യഹ്ഫദില്ലാഹ തജിദുഹു തുജാഹ. നിനക്ക് നിന്റെ കൺമുന്നിൽ അള്ളാഹുവിനെ കാണാൻ പറ്റും. അള്ളാഹുവിനെ കാണാന്ന് പറഞ്ഞാൽ പല മാർഗത്തിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. എന്നുകൂടെ ഞാൻ പറയാം, ആവർത്തിച്ച് പറയാന്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്കുള്ളിലേക്ക്. അള്ളാഹുവിന്റെ സഹായം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ സന്തോഷത്തിൽ ജീവിക്കൽ, പരലോകത്ത് സന്തോഷത്തോടെ സ്വർഗത്തിൽ എത്തിച്ചേരും. ദുനിയാവും ലഭിക്കും, പരലോകം ലഭിക്കും അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ. കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ചില കാര്യങ്ങളിലൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ പുണ്യമായി മാറും. നമ്മൾ എത്ര അള്ളാഹുവിലേക്ക് അടുക്കുന്നോ അള്ളാഹ് നമ്മിലേക്ക് അതിനേക്കാൾ അടുക്കും. എന്നോട് ഒരാളല്ലാതെ ഫ്രണ്ട്ഷിപ്പിന് വന്നാൽ എന്താ ആലോചിക്കാം, എന്താണ് ആ ഉദ്ദേശം എന്ന് നോക്കുക, ഒന്ന് ഡിസ്റ്റൻസ് ഇട്ട് ചെയ്തിട്ട് മതി എന്നാണ് വിചാരിക്കുക. അത് നേരെ തിരിച്ചാണ്, നിങ്ങളെങ്കിലേക്ക് ഒരു ചാണെടുത്താൽ നിങ്ങളിലേക്ക് നടന്നു വന്നാൽ ഞാൻ നിങ്ങളിലേക്ക് ഓടിയത്. അള്ളാഹുവിന്റെ കയ്യിലാണ് എല്ലാം. ആ അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിച്ചാൽ ഉറപ്പിച്ചു പറയാം, ദുനിയാവിൽ നിങ്ങൾക്ക് ബറക്കത്ത് ലഭിക്കും,
പരലോകത്ത് നിങ്ങൾക്ക് ബറക്കത്ത് ലഭിക്കും. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്തൊന്നിലാണോ നിങ്ങൾ ഇടപെടുന്നത് അതിൽ സ്വസ്ഥതയും സമാധാനവും റാഹത്തും നിങ്ങൾക്ക് എനിക്ക് നമുക്ക് ലഭിക്കും എന്നതാണ് ദുനിയാവിൽ അല്ലാഹു എളുപ്പമാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒറ്റ പാപമാണ് ചോദിച്ചു പറയാം. എനിക്ക് എൻ്റെ സമ്പത്തിൽ എൻ്റെ കുടുംബത്തിൽ ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കച്ചറയില്ല. സമ്പത്ത് ഞാൻ വിചാരിച്ചതിനേക്കാൾ എനിക്ക് ബാക്കിയാവുന്നു. ഇതൊക്കെയാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. അതിലൊരിക്കലും ദൈവമല്ല അല്ലാഹുവിനെ പറ്റിച്ചിട്ടുള്ള ഒരു കാര്യമായാൽ നടക്കുക ഉണ്ടാവും. പക്ഷെ ഏതിലോ പോകുന്ന അറിയില്ല. നമ്മൾ പഠിക്കും, പക്ഷെ ആ പഠിക്കും കോപ്പി വെച്ച് നിങ്ങൾ പഠിച്ചാൽ ഇത് ജോലി കിട്ടും. പക്ഷെ നിങ്ങൾക്ക് ഒരു ബറക്കത്ത് ഉണ്ടാവും. ജോലിക്ക് കിട്ടും, പക്ഷെ ഒരു ബറക്കത്ത് ഉണ്ടാവും. ബറക്കത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഡിസ്കസ് ചെയ്തപ്പോഴൊരു ഒരാളെ പറ്റി ഒരു മോളെ കെട്ടിച്ചു. ഒരു മോനാണ്, പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. പക്ഷെ ഇന്ന് വരെ ഒരു 5 സെന്റ് സ്ഥലം വീട് വെക്കാൻ വാങ്ങിയിട്ടില്ല, ഒരു വീട് വെച്ചിട്ടില്ല, കടം കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് ലോണുണ്ട്, പിന്നെ ജോലി ആൾക്കാരെ പറ്റിച്ചിട്ടില്ല. ജോലിയാണ് പറ്റിച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞിട്ട് എന്ത് ചെയ്യാം നിങ്ങളൊക്കെ ചെയ്യുന്നല്ല. അപ്പോൾ വെറുതെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളെ ഫീൽഡിൽ ചെയ്യുമ്പോൾ വെച്ച് പറയുകയാണെങ്കിൽ ഒരു പേഷ്യൻ്റ് വന്നു, അയാൾക്ക് ആവശ്യമില്ലാത്തൊരു മെഡിസിൻ നിങ്ങൾക്ക് ആ മെഡിസിൻ കമ്പനിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ലാഭത്തിൽ ചെയ്താൽ പൈസ ഉണ്ടാവും, പക്ഷെ അതിന് ബറക്കത്തും ഉണ്ടാവും. അയാൾക്ക് ജോലിയുണ്ട്, നിത്യം ജോലിയുണ്ട്, പക്ഷെ ഇന്ന് വരെ സ്വന്തമായി ഒരു വീടുണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അയാൾ ആൾക്കാരെ പറ്റിച്ചിട്ടാണ് ജീവിക്കാം, ആൾക്കാരുടെ കള്ളം പറഞ്ഞിട്ടാണ് ജീവിക്കാം. ഒരു മീൻ കച്ചവടക്കാരനാണ് സങ്കല്പിച്ചോടെ അയാൾ ആൾക്കാരോട് പറയും മീൻ നല്ല ഫ്രഷ് മീനാണെന്ന് പറയും. പറയാതെന്താ മതി, പ്രശ്നമല്ല, പണിക്ക് വാങ്ങാം. ഇയാൾ ഡ്രൈവറാണ്, അയാൾ പറയും ഇവിടേക്ക് ഇത്ര രൂപക്ക് റണ്ണിങ് ഉണ്ട്, പക്ഷെ നിങ്ങൾ നമ്മുടെ സ്വന്തം ആളായതുകൊണ്ട് ഇത്ര 180 രൂപയുടെ റണ്ണിങ് ഉണ്ട്, നിങ്ങൾ നമ്മുടെ സ്വന്തം ആളാണ് 100 തന്നാൽ ശരിക്കും എത്രയേ ഉള്ളൂ, 80 ഉള്ളൂ. അതാണ് 180 പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയാൽ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവില്ല, പൈസ ഉണ്ടാവും, പക്ഷെ ആവശ്യങ്ങൾക്ക് ഉപകരിക്കില്ല. അതിനെന്ത് മതി? അല്ലാഹു നമ്മളെ സംരക്ഷിച്ചാൽ പിന്നെ ആര് നോക്കണോ? അല്ലാഹുവിനെ സംരക്ഷിച്ചാൽ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ ബോധ്യപ്പെടേണ്ടത് നിങ്ങളാണ്. വ്യത്യസ്ത മനുഷ്യരുടെ ജീവിതങ്ങൾ കാണുന്നത്. എനിക്കും അങ്ങനെ ഇല്ല, ഇപ്പല്ല, നാളെ ഉണ്ടാവൂല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അല്ലാഹുവിന്റെ പ്രൊട്ടക്ഷൻ വേണം. ആ പ്രൊട്ടക്ഷൻ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലാഹുവിനെ സൂക്ഷിക്കൽ അല്ലാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കലാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസല്ലം.